നമ്മളിതാ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ചിക്കൻ കറിയുടെ റെസിപ്പി കാണിക്കാൻ പോകാം കേട്ടോ. ചിക്കൻ കറിയും ആക്കാം ഇതേ റെസിപ്പി നിങ്ങൾക്ക്, അതല്ലെങ്കിൽ ചിക്കൻ റോസ്റ്റും ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ എന്തായാലും അതിൻ്റെ ആദ്യത്തെ സ്റ്റേജായിട്ട് ഞങ്ങളിതാ ഒരു 4 സവാളയോളം നീളത്തിൽ നൈസാക്കി അരിഞ്ഞിട്ട് അതൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കാണ് കേട്ടോ. അപ്പം നിങ്ങൾ എത്രത്തോളം ആൾക്കാരുണ്ട്, ചിക്കൻ്റെ ക്വാണ്ടിറ്റി എന്തോരം ഉണ്ട് എന്നുള്ളതിനനുസരിച്ചിട്ട് സവാളയൊക്കെ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പം നമ്മളിപ്പോൾ വലിയ 4 സവാള എടുത്തിട്ടുണ്ട്. അത് നല്ല രീതിയിൽ ഒന്ന് വഴറ്റിയിട്ട് എടുക്കാം. അപ്പോൾ കുറച്ച് ഉപ്പ് മാത്രം ചേർത്തിട്ടാണ് കേട്ടോ ഇപ്പോൾ വഴറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് അമ്മയുടെ സ്പെഷ്യലായിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. അമ്മയുടെ സ്പെഷ്യൽ റെസിപ്പിയാണ്. അമ്മ അധികം ഇത് റോസ്റ്റാക്കിയിട്ടാണ് ചെയ്യുക. ചില സമയങ്ങളിൽ ഗ്രേവി ആക്കിയിട്ടും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ആക്കിക്കോളൂ. അപ്പോൾ എന്താണെങ്കിലും നമ്മളിതാ സവാള വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് തന്നെ നമ്മൾ ഒരു 4 തക്കാളി കുറച്ച് വെള്ളത്തിൽ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. വേറെ ഒന്നും ചെയ്തിട്ടില്ല, വെറുതെ തക്കാളി കുറച്ച് വെള്ളത്തിൽ നല്ല രീതിയിൽ ഒന്ന് വേവിച്ചിട്ട് എടുക്കുക. അതുപോലെ തന്നെ കുറച്ച് തേങ്ങ, കറിവേപ്പിലയും കുരുമുളകും ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് വറുത്തെടുത്തതാണ് ഈ കാണുന്നത്. അതിനകത്തേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്തിട്ട് നമ്മൾ വറുത്തെടുത്താണ് കേട്ടോ. അത് നന്നായിട്ട് അമ്മ ഒന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് മതി, ഒരുപാടൊന്നും വേണ്ട, കുറച്ച് മാത്രം മതി. അപ്പോൾ തേങ്ങ, കുരുമുളക്, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി, ഇത്രയും സാധനങ്ങളാണ് നമ്മൾ അതിനകത്തോട്ട് ചേർത്തിട്ടുണ്ടായിരുന്നത്. അതും നമ്മളതൊന്ന് പൊടിച്ച് വേറൊരു പാത്രത്തിനകത്തോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് വറുക്കുന്ന ഭാഗം എൻ്റെ നിന്ന് മിസ്സായി പോയതാണ്, ക്ഷമിക്കുക. അതുകൊണ്ടാണ് ഞാൻ പിന്നെ റിപ്പീറ്റ് ചെയ്ത് എന്തൊക്കെയാണെന്ന് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇത് നമ്മുടെ സവാള നല്ല രീതിയിൽ തന്നെ ഇതാ മുരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ചെറിയ തീയിലിട്ടിട്ട് നമ്മൾ നല്ല രീതിയിലൊന്ന്, നമ്മൾ ബിരിയാണിയുടെ മുകളിലൊക്കെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വറുത്തെടുക്കില്ലേ, ഏകദേശം ആ ഒരു പാകത്തിനാക്കിയിട്ട് നമ്മളിത് നല്ല പോലെ ഒന്ന് വറുത്തിട്ടെടുക്കണം. അപ്പോൾ ഇത് ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം അങ്ങനെ ഇതാ നിങ്ങൾ കണ്ടില്ലേ, അപ്പോൾ അതിൻ്റെ കളറൊക്കെ മാറി നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറിലായിട്ട് നമ്മുടെ സവാള മാറിക്കഴിഞ്ഞു. അപ്പോൾ ഇനി ഒരു 5 മിനിറ്റും കൂടെ നമ്മളിത് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുത്തിട്ട് നമുക്കിത് മെല്ലെ പാത്രത്തിൽ നിന്ന് മാറ്റാം. അപ്പം നമ്മളിതിൽ സവാള വറുത്തിട്ടാണ് കേട്ടോ ചേർക്കുക. അതും ഈ തേങ്ങയുടെ മിക്സുമാണ് ഈ ഒരു ചിക്കൻ റോസ്റ്റിൻ്റെ അല്ലെങ്കിൽ ചിക്കൻ കറിയുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ അത് നല്ലപോലെ ആയി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ സവാള ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് ഇവിടെ അമ്മ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾക്ക് പൊറോട്ടയ്ക്ക് അമ്മ ഉണ്ടാക്കി തരുന്ന അമ്മയുടെ സ്പെഷ്യൽ റെസിപ്പി ആട്ടോ. അപ്പോൾ ഭയങ്കര ടേസ്റ്റുമാണ്. അമ്മ അത് നല്ല കറുത്ത രീതിയിലാക്കിയിട്ട് ഇങ്ങനെ റോസ്റ്റ് ആക്കിയിട്ടാണ് ഞങ്ങൾക്ക് എപ്പോഴും തരാറ്. പിന്നെ ചിലപ്പോൾ ഗ്രേവി വേണമെന്ന് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ കുറച്ച് ഗ്രേവി ആക്കിയിട്ട് തരും. അല്ലെങ്കിൽ ഇത് സത്യം പറഞ്ഞാൽ നല്ല റോസ്റ്റ് ആക്കിയിട്ട് കഴിക്കുമ്പോഴാണ് ഇരട്ടി ടേസ്റ്റ്. അപ്പോൾ എന്തായാലും നമ്മുടെ സവാള അതാ ഏകദേശം ആയി തുടങ്ങി. ഇതിപ്പോൾ കുക്ക് ചെയ്യുന്നതും അമ്മ തന്നെയാണ് കേട്ടോ. പക്ഷെ അമ്മേനെ കാണിക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അമ്മേനെ കാണിക്കാത്തതാണ്. അമ്മ തന്നെയാണ് കുക്കിങ്ങൊക്കെ. അപ്പോൾ അമ്മ സവാള ആയപ്പോൾ വേറൊരു പാത്രത്തിനടുത്തോട്ട് മാറ്റി വെക്കണം കേട്ടോ. അപ്പോൾ നിങ്ങളതിൻ്റെ കളറ് കണ്ടില്ലേ, നല്ല രീതിയിൽ ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് നമ്മുടെ സവാള വന്നിട്ടുണ്ട്. അപ്പോൾ അത് വറുത്തെടുക്കുക. ഇനി നമ്മളിത് വറുത്തെടുത്ത ഈ എണ്ണ കളയരുത്. നമ്മൾ ഫുള്ള് കുക്കിങ് ഈ ഒരു സവാള വറുത്തെടുത്ത എണ്ണയിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് മാറ്റി വെക്കട്ടെ. അപ്പോൾ ഇതാ നമ്മൾ സവാള മാറ്റി അതേ എണ്ണയിലേക്ക് തന്നെ കുറച്ച് ഇഞ്ചി കഷ്ണവും അതുപോലെ പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഇഞ്ചിയും പച്ചമുളകും നല്ല രീതിയിലൊന്ന് വഴണ്ട് വരട്ടെ. അതോടൊപ്പം തന്നെ അമ്മ ചെറിയ ജീരകവും കുറച്ച് പെരിഞ്ജീരകവും ചേർത്തിട്ടുണ്ട്. ഒരു ഇത്തിരി മതി കേട്ടോ, ഒരു 1/4 ടീസ്പൂണോടത്തോളമൊക്കെ തന്നെ മതിയാവും. അമ്മ അതും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഓയിൽ നിങ്ങൾക്ക് കാണുമ്പോൾ ഇത് ഒരുപാട് ഉണ്ടല്ലോ തോന്നും, പക്ഷെ അത് വലിയ പാത്രത്തിൽ ഇങ്ങനെ പരന്ന് എടുക്കുന്നതുകൊണ്ട് തോന്നുകയാണ് കേട്ടോ. അത്യാവശ്യത്തിന് പാകത്തിന് മാത്രമുള്ള എണ്ണ തന്നെ അതിനകത്തുള്ളൂ. നമ്മൾ കുറച്ച് എണ്ണയിൽ അത്യാവശ്യം സവാള കുറേ നേരം എടുത്തിട്ട് വറുത്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മുടെ സാധനങ്ങളായി അതിനകത്തോട്ട് ദമ്മ ഒരു ഏലക്കായ, 2 ഗ്രാമ്പൂ, ഒരു കഷ്ണം പട്ട, ഇത്രയും കൂടി അതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളിതൊക്കെ മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ, പൊടിച്ചിട്ടല്ല ചേർക്കുന്നത്. അപ്പോൾ കുറേശ്ശെ നമ്മൾ മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുത്തിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി അതൊക്കെ ഒന്ന് പൊട്ടി വരട്ടെ, ആ ഫ്ലേവറൊക്കെ എണ്ണയിൽ നല്ല രീതിയിലൊന്ന് പിടിക്കട്ടെ. അങ്ങനെ അതൊക്കെ മൂത്ത് തുടങ്ങിയിട്ടുണ്ട് ഏകദേശം. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും ഒന്ന് ചതച്ചിരുന്നു. അതിനകത്തോട്ട് നമ്മൾ നേരത്തെ തന്നെ വേവിച്ച് വെച്ചിരുന്ന നമ്മുടെ തക്കാളി അതും കൂടെ ചേർത്ത് ഇതൊന്ന് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇനി ഇത് നല്ല രീതിയിലൊന്ന് അരച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിട്ടുള്ള നമ്മുടെ പച്ചമുളക്, ഗ്രാമ്പൂ, പട്ട
ഏലക്കായ, ആ ഒരു മിക്സിലേക്കാണ് ഇനി നമ്മൾ ഈ തക്കാളി പേസ്റ്റ് ആക്കിയതും ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പേസ്റ്റ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഇനി ഈ ഒരു പേസ്റ്റ് നല്ല രീതിയിൽ ആ എണ്ണയിൽ കിടന്നൊന്ന് മൂത്ത് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നൊരു പാകം വരെ നമ്മൾ നല്ല പോലെ ഒന്ന് വഴറ്റിയിട്ടെടുക്കണം. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഒന്ന് വഴറ്റിയിട്ടെടുക്കാം. അപ്പോൾ ഈ സമയത്ത് ഉപ്പ് ചേർക്കണം എന്നുള്ളവർക്ക് ചേർക്കാം, അതല്ല ചിക്കനിൽ നിങ്ങൾ ഉപ്പ് ചേർത്തിട്ടുണ്ടല്ലോ നമ്മൾ നേരത്തെ തന്നെ, അപ്പോൾ ആ ഉപ്പ് മതി എന്നുള്ളവർക്ക് അങ്ങനെ മതി. അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ ഇതൊന്ന് വഴറ്റിയിട്ടെടുക്കുക. കുറച്ച് സമയം എടുത്തിട്ട് തന്നെ വഴറ്റുക. നമ്മളത് വഴറ്റുന്ന സമയത്ത് കുറച്ചൊക്കെ തക്കാളി അല്ലേ, അതുകൊണ്ട് കുറച്ചൊക്കെ മേത്തിക്ക് പൊട്ടിത്തെറിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ തീയൊന്ന് കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ ചേർക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ നമ്മുടെ ആ ടൊമാറ്റോ പേസ്റ്റൊക്കെ നല്ല രീതിയിൽ തന്നെ വഴണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നു. അങ്ങനെ ഇതാ നമ്മൾ ഇനി ചിക്കൻ്റെ മാരിനേഷൻ തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു ബൗളെടുത്ത് അതിനകത്തോട്ട് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച തേങ്ങ ആ ഒരു മിക്സ് ചേർത്ത് അതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മൾ നേരത്തെ തന്നെ നല്ല രീതിയിൽ വറുത്തെടുത്തിട്ടുള്ള നമ്മുടെ സവാള അതും കൂടെ നല്ല രീതിയിൽ ഒന്ന് പൊടിച്ചിടുന്നുണ്ട്. അതും കൂടെ നല്ല രീതിയിലൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം. അതിനകത്തുള്ള ഓയിലൊക്കെ ഫുള്ളായിട്ട് നമ്മൾ ആ ഒരു പാത്രത്തിനകത്തോട്ട് തന്നെ ഒഴിച്ചു കൊടുത്തേക്കാം കേട്ടോ. ഇനി അതെല്ലാം കൂടെ നല്ല രീതിയിൽ ആദ്യം ഒന്ന് കൈകൊണ്ട് കുഴച്ചിട്ടെടുക്കുക. അത് നല്ല രീതിയിൽ കുഴച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനകത്തോട്ട് നേരത്തെ തന്നെ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന നമ്മുടെ ചിക്കൻ കൂടെ ചേർത്ത് വയ്ക്കാം. ചിക്കന് ചെറുതാക്കണമെങ്കിൽ ചെറുതാക്കാം, വലുതാക്കണമെങ്കിൽ വലുതാക്കാം. കട്ടിങ്ങൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. നമ്മളിപ്പോൾ ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്തിട്ടുണ്ട്. അതിനകത്തേക്ക് നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഈ ഒരു മിക്സ് പിടിപ്പിച്ച് വയ്ക്കുക. അപ്പോൾ അത് ഓൾമോസ്റ്റ് നമ്മൾ നല്ല രീതിയിൽ മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. മാരിനേറ്റ് ചെയ്തിട്ട് ഒരു അരമണിക്കൂറെങ്കിലും വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. അങ്ങനെ നമ്മളിതാ നമ്മുടെ ആ ഒരു മസാല ഉണ്ടല്ലോ, നമ്മുടെ ടൊമാറ്റോയുടെ ആ ഒരു മസാലയുടെ അകത്തോട്ട് നമ്മളിനി ഈ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനും ഒപ്പം ലിവറും കൂടെ ചേർത്ത് നമ്മൾ അതിനകത്തോട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞു. ഈ സമയത്ത് അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല. ഇത് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് കേട്ടോ ഫ്ലെയിം ഓൺ ആക്കിയത്. അപ്പം എല്ലാം കൂടെ നല്ല രീതിയിൽ ചിക്കനിൽ പിടിച്ചു. അരമണിക്കൂറിൽ കൂടുതൽ നിങ്ങൾക്ക് വെക്കാൻ പറ്റുമെങ്കിൽ കൂടുതൽ വെക്കാം, അത്രയും നല്ലതാണ്. നമ്മളിപ്പോൾ അരമണിക്കൂറേ വെച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളെടുത്ത് നമ്മുടെ ആ ഒരു ടൊമാറ്റോ മിക്സിനകത്തേക്ക് നമ്മൾ ചിക്കൻ ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഞാനിപ്പോൾ ഫ്ലെയിം ഓൺ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഫ്ലെയിമും കൂടെ ഓൺ ആക്കിയതിന് ശേഷം നമ്മളിത് നന്നായിട്ടൊന്ന് ഒന്നും കൂടെ ആ ടൊമാറ്റോ പേസ്റ്റിനകത്ത് ഇതെല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ 5 മിനിറ്റൊക്കെ എടുത്തിട്ട് നമ്മൾ നല്ല പോലെ മിക്സ് ചെയ്തിട്ടെടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിനകത്തേക്ക് നമ്മൾ എക്സ്ട്രാ വെള്ളം ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളെ ചിക്കനിൽ നിന്ന് ഇറങ്ങുന്ന ഈ ഒരു വെള്ളം തന്നെ മാത്രം മതി നമുക്ക് ഈ ഒരു കറിക്ക് ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ട്. ഞങ്ങളിത് ഉച്ചയ്ക്ക് കഴിച്ചപ്പം ഗ്രേവി ആയിട്ടും രാത്രിക്ക് ഞങ്ങളിത് റോസ്റ്റ് ആക്കിയിട്ടുമാണ് കേട്ടോ കഴിച്ചത്. അപ്പോൾ ഈ സെയിം മസാല തന്നെ, സെയിം പ്രോസസ്സ് തന്നെ നിങ്ങൾക്ക് ഗ്രേവി വേണമെങ്കിൽ ഗ്രേവി ആക്കാം, അല്ലാന്നുണ്ടെങ്കിൽ വറ്റിച്ച് റോസ്റ്റ് ആക്കിയിട്ട് എടുക്കാം. അത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ എന്തായാലും ഞാൻ നല്ല രീതിയിൽ മാരിനേറ്റ് ചെയ്തെടുത്തു. അങ്ങനെ മാരിനേഷനൊക്കെ ശേഷം നമ്മളിതാ നന്നായിട്ട് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് വേവിക്കണം. കുറച്ച് നേരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ തീയിലിട്ടിട്ട് നമ്മൾ ഒരു 15 to 20 മിനിറ്റ് വരെയെങ്കിലും നമ്മൾ വേവിച്ചെടുക്കുക. അപ്പോൾ ലാസ്റ്റായിട്ട് ഞാൻ അതിനകത്തോട്ട് നല്ല ഫ്രഷ് കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇത്രയേ ഉള്ളൂ പണി. നമ്മളെ ഫുൾ പ്രോസസ്സ് കഴിഞ്ഞു. ഇനി ഇത് ചെറിയ തീയിലിരുന്നിട്ട് ഒന്ന് വെന്ത് കിട്ടേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നമ്മൾ ഒന്നുകൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ കറിവേപ്പിലയുടെ ഫ്ലേവറും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അതിനകത്തോട്ടൊന്ന് ഇറങ്ങും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലാസ്റ്റ് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ തേങ്ങ വറുക്കുന്ന സമയത്ത് അതിനകത്തും കറിവേപ്പില ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ മിക്സിങ് പരിപാടികളൊക്കെ അവസാനിപ്പിച്ചു. ഇനി നമ്മൾ നല്ല രീതിയിലൊന്ന് തട്ടിപ്പൊത്തി വെച്ച് കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ച് വേവിക്കാൻ പോവുകയാണ്. അപ്പോൾ അതാ ഞാൻ മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇനി നല്ല രീതിയിൽ ഒന്ന് കുക്കാവട്ടെ. അപ്പോൾ ഒരു തിള വന്ന് കഴിയുമ്പോഴുള്ള ഒരു സ്റ്റേജാണ് ഇനി നിങ്ങൾ കാണുന്നത്. കണ്ടോ, ഒരു ചെറിയ രീതിയിൽ തിളയൊക്കെ വന്നു. അപ്പോൾ ഇപ്പോൾ തന്നെ അതിൻ്റെ കളറൊക്കെ നോക്കിക്കാൻ നല്ല രീതിയിലുള്ള ആ സവാളയുടെയും നമ്മളെ തേങ്ങ വറുത്തതിൻ്റെയൊക്കെ ആ ഒരു കളറ് ചിക്കനകത്ത് പിടിച്ച് നല്ല അടിപൊളിയായിട്ടുണ്ട് ഇപ്പോൾ തന്നെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇപ്പോൾ ഏകദേശം നമ്മൾ ചിക്കൻ ഒരു വെന്ത് കഴിഞ്ഞൊരു സ്റ്റേജാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. ഓൾമോസ്റ്റ് വെന്ത് കഴിഞ്ഞപ്പം ഞാനിതാ ഉച്ചയ്ക്ക് ഗ്രേവി ആയിട്ടാണ് എടുത്തതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ നമ്മുടെ അടിപൊളി ചിക്കൻ കറി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വറ്റിച്ച് റോസ്റ്റ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. നമ്മളിപ്പോൾ ഗ്രേവി ആക്കിയിട്ട് എടുത്തു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ, നല്ല അടിപൊളിയാണ് കേട്ടോ.